അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നമ്മുടെ മൗലവിക്ക് നന്നായി വിഷയ ദാരിദ്ര്യം പിടിപെട്ടു. അതാണല്ലോ വിഷയം. ഇസ്തിഗാസയാണ്. ഈ ഇസ്തിഗാസയിൽ സുന്നികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയത്തും അതിൻ്റെ തഫ്സീറും ഒക്കെ നമ്മളിവിടെ പറയുമ്പോൾ മൗലവിക്ക് അതിനൊന്നും ഗണ്ണിക്കാൻ കഴിയുന്നില്ല. ഗണ്ണിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏതോ ജാഹില് പിന്നെ ഈ കള്ളത്തൊരീക്കത്തുകാർ പാടിയ സി എം ആണ് പടച്ചോന്നൊക്കെ പാട്ട് പാടിയതും അതുപോലെ തന്നെ മാല മൗലീദിലെ വിഷയങ്ങളൊക്കെ ഈ മൗലവിമാർ പണ്ടേ പാടി നടക്കുന്ന ആ പാട്ട് തന്നെ വീണ്ടും പാടുകയാണ് നമ്മുടെ മൗലവി. എന്തൊരു കഷ്ടമുണ്ട്. എത്ര വിഷയങ്ങൾ പറയാം നമുക്ക്. നമ്മൾ പറഞ്ഞ വിഷയം എന്താണ്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മൗലവിക്ക് പറയാനില്ലേ? ഏതായാലും ഗ്രൂപ്പിലുള്ള ആളുകൾ സത്യം മനസ്സിലാക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പ്രമാണമാണ് പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് പറഞ്ഞത്. ആയത്തിലെ ആശയം എന്താണ്? വഫാത്തായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിങ്കിൽ ചെന്ന്, ഓ നബിയെ, എൻ്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇത് നാളിതുവരെ മുജാഹിദുകൾ ഷിർക്കാണ് എന്നാണ് വാദിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ പറഞ്ഞ ഈ വാദം ശരിയല്ല എന്നും അത്തരമൊരു ഷിർക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നും അത് ഷിർക്കാണെന്ന വാദം തെറ്റാണെന്നും അത് ഖുർആനിനെതിരാണ് എന്നും സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഈ പ്രമാണങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതോടൊപ്പം ഉപോത്ബലകമായ ഒരുപാട് ഇമാമിയങ്ങളുടെ ഇസ്തിഗാസകൾ ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മൗലവി ഒരുപാട് ടെസ്റ്റുകളും മറ്റൊക്കെ ഇട്ടപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഇമാമിയങ്ങളുടെ ഇസ്തിഗാസ ഇട്ടിട്ടുണ്ട്. അതിനിയും ധാരാളം പറഞ്ഞാൽ തീരൂല, ഇഷ്ടംപോലെ പറയാനുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് നിസാ 64-ാമത്തെ ആയത്തിൻ്റെ തഫ്സീറും ആ ആയത്തിൻ്റെ ആശയം പഠിപ്പിച്ച ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളും മറ്റ് ഇമാമിയങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങളും ഒക്കെ പറഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ പറയാനുണ്ട്. ഈ ഒരൊറ്റ ആശയം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ റസൂലല്ലാഹ് അസ്അലുക ശഫാഅ, നബിയെ അങ്ങ് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം, ഇത് പറയാൻ തന്നെ ഇഷ്ടംപോലെ കിതാബുകളുണ്ട്. അതിന് പുറമേ മറ്റ് ഇമാമിയങ്ങൾ നടത്തിയ ഇസ്തിഗാസയും പറയാനുണ്ട്. അതുകൊണ്ട് വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കാൻ മൗലവി ശ്രമിക്കുക. കാരണം മറ്റ് വിഷയങ്ങളൊക്കെ ഇവിടെ എടുത്ത് വലിച്ചിട്ട് നമ്മൾ അതിലേക്ക് ചാടിപ്പോയി ഈ ചർച്ചയെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ മൗലവി ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നമ്മൾ സമ്മതിക്കുകയില്ല കേട്ടോ. സി എം പഠിച്ചവനാണെന്നൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെയാണ് മൗലവി വാദം. സുബ്ഹാനല്ലാഹ്. അത് ഞങ്ങൾ 1-ാം ക്ലാസ്സിൽ സ്കൂൾ വിടുമ്പോഴേ, നമ്മുടെ മദ്രസ വിടുമ്പോഴേ, ആ മദ്രസയുടെ വരാന്തയിൽ നിന്ന് ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചാൽ മതി കേട്ടോ, ആരാ മോനെ പഠിച്ചോന്ന് കുട്ടികൾ പറഞ്ഞുതരും. അപ്പം അതുകൊണ്ട് ആ ജാതി ഈ പൊട്ടത്തരങ്ങളും ഈ വികലവാദങ്ങളും പൊട്ടവാദങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞ് എന്ത് ചെയ്യണ്ട, ചർച്ചയെ കുളമാക്കാൻ നിൽക്കണ്ട. കാരണം മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഈ പടക്കപ്പെട്ട വാദങ്ങൾ ഉണ്ടെങ്കിലേ വഹാബികളുടെ അന്നം തുടർന്നു പോവുള്ളൂ. അന്നം മുട്ടാൻ പാടില്ലല്ലോ. പ്രാമാണികമായി അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തെ പ്രാമാണികമായി നേരിടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പൊടിക്കൈകൾ. ആ പൊടിക്കൈകളൊന്നും ആ പരിപ്പ് ഇവിടെ വേവൂല എന്ന് മൗലവി നന്നായി മനസ്സിലാക്കോളൂ. മൗലവി ഇവിടെ ഒരുപാട് വൈരുദ്ധ്യാത്മകമായ നിലപാടുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൗലവിയുടെ വാദത്തിന് തെളിവായി ഞങ്ങൾ ഇവിടെ ആയത്ത് കൊണ്ടുവന്നത് ആ ആയത്തിൻ്റെ ആശയം തഫ്സീറുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്, അല്ലേ? ഒന്നൊന്നല്ല, ഒരുപാട് തഫ്സീറുകളിൽ ഞങ്ങളുടെ ഈ ആശയം പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ പ്രാമാണികമായ തഫ്സീറാണ്. മുജാഹിദുകൾ അംഗീകരിക്കുന്ന തഫ്സീർ ഇബ്നു കസീർ, അതുപോലുള്ള ധാരാളം തഫ്സീറുകൾ. ഇപ്പോൾ ഇമാം റാസിയൊക്കെ മുജാഹിദിൽ അംഗീകരിക്കുന്ന തഫ്സീറാണ്. കാരണം എന്തേ, അൽമനാർ പഠിപ്പിച്ചതാണ്. തഫ്സീർ റാസി എന്നാൽ ശിർക്ക് നിർമ്മാർജ്ജനം ചെയ്ത കിതാബാ. അതുപോലെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്നും ഇവർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മുജാഹിദുകൾക്ക് തന്നെ സുസമ്മതരായ മുഫസ്സിറുകളുടെ തഫ്സീർ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ആശയം പറയാൻ. ആ ആശയം തെറ്റാണെന്ന് പറയാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? പറയൂ. ഈ ആശയം തെറ്റാണ്, ഈ ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് തെറ്റാണ്, അത് ശിർക്കാണ് എന്ന് പറയാൻ, ധൈര്യസമേതം പറയാൻ മൗലവിക്ക് ഇവിടെ സാധിക്കുന്നുണ്ടോ? അത് പറയുന്നില്ല. എന്നാൽ മൗലവിയുടെ ഒരുപാട് വൈരുദ്ധ്യാത്മകമായ നിലപാടുകൾ ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ അതിനൊരു പ്രമാണം കൊണ്ടുവരണ്ടേ? ആര് പഠിപ്പിച്ചു? ഏതെങ്കിലും മുഫസ്സിറുകളോ അങ്ങനെ പഠിപ്പിച്ചോ? മൗലവി ഇവിടെ സത്യത്തിൽ പറഞ്ഞത് എന്താ? സ്വന്തം മുജാഹിദുകളുടെ നേതാക്കൾ പഠിപ്പിച്ച ആശയത്തിന് തന്നെ എതിരായിട്ടാണ് മൗലവി ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? മൗലവി എന്തൊക്കെ പറഞ്ഞു നോക്കി. ഇവിടെ നബിയോടുള്ള ഷഫാഅത്തല്ല, ഷഫാഅത്ത് അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയാൻ കുറെ ശ്രമിച്ചില്ലേ? എല്ലാം വെള്ളത്തിലായി. എന്തുകൊണ്ട്? പിടിച്ചു നിൽക്കാൻ പറ്റൂല. സ്വന്തം നേതാക്കൾ ഇവിടെ അൽ ഇസ്ലാഹു ഇട്ടു, അതുപോലെ തന്നെ
പിന്നെ അത്തവസുൽ എന്ന KP അഹമ്മദ് ബിൻ മുഹമ്മദ് മൗലവിയുടെ കിതാബും ഞങ്ങളിട്ടു. അതിലൊക്കെ നബിയോട് ഷഫാഅത്ത് തേടുക എന്ന് തന്നെയുണ്ട്. അതിനെപ്പറ്റി മൗലവി ഇതുവരെ, ഞങ്ങൾ കഴിഞ്ഞ ഒരുപാട് അവസരങ്ങളിൽ ഈ വിഷയം ഉണർത്തിയിരുന്നു. മൗലവി അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. എങ്ങനെ മിണ്ടും? സ്വന്തം നേതാക്കൾ പറഞ്ഞ ആദർശത്തിനെതിരല്ലേ നമ്മുടെ മൗലവിയോട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പറഞ്ഞ് ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ എന്താ വേണ്ടത്? നല്ലൊരു പ്രബോധകനാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ തെളിവിന് ഇന്നതാണ് തെളിവ്, ഇന്ന മുഫസ്സിർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മൗലവിക്ക് സാധിച്ചോ? ഞങ്ങളിവിടെ സൂറത്ത് നിസാ 64-ാമത്തെ ആയത്തിട്ടു. ആയത്തിൻ്റെ തഫ്സീർ ഞങ്ങളിവിടെ വിട്ടു. ആ ആശയം വളരെ കൃത്യമാണ്. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടാമെന്നതിന് തന്നെയാണ് ഈ ഉത്ബി റളിയല്ലാഹു സംഭവം വളരെ ആധികാരികമായി അവർ കൊണ്ടുവന്നത്, അല്ലേ? ഇനി അതല്ല എന്നുള്ള മൗലവിയുടെ ഈ പൊടിക്കൈകളല്ല വേണ്ടത്. മൗലവിക്ക് മൗലവിയുടെ ആശയം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങളിട്ട ആയത്തിന് തഫ്സീറായി അങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ മൗലവിക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ പറയും ഞങ്ങളിട്ട ഈ മുഫസ്സിറുകളും ഇമാമിയങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇവരൊക്കെ ശിർക്കിൻ്റെ പ്രചാരകരാണെന്നെങ്കിലും പറയാൻ ധൈര്യമുണ്ടോ? ഗ്രൂപ്പിലുള്ള നിഷ്പക്ഷമതികളോട് വളരെ സ്നേഹത്തോടെ ഉണർത്താനുള്ളത്, ഞാനിതവിടെ കോട്ട് ചെയ്തത് ഞങ്ങളുടെ വാദത്തിന് തെളിവായി കൊണ്ടുവന്ന തഫ്സീർ കിതാബുകളാണ്. അതിൻ്റെ പേരാണ് ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഖുർത്തുബി, അതുപോലെ തന്നെ അബൂ ഹയ്യാൻ തങ്ങളുടെ തഫ്സീർ ബഹർ മുഹീത്ത്, അതുപോലെ തന്നെ ഇമാം സുയൂത്തി ഇമാമിൻ്റെ അൽ അദ്ദുറുൽ മൻസൂർ, അതുപോലെ തന്നെ സഅലബി തഫ്സീർ അൽ ജവാഹിറുൽ ഹിസാൻ എന്ന തഫ്സീർ കിതാബ്, അതുപോലെ തന്നെ ഇബ്നു കസീർ കിതാബ്, അതുപോലെ തന്നെ തഫ്സീർ നസഫി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മുഫസ്സിറുകളുടെ തഫ്സീർ കിതാബിൽ ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിങ്കൽ വന്ന് ഇസ്തിശ്ഫാ തേടിയ സംഭവം വളരെ ആധികാരികമായി കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സംഘടനാ താല്പര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. ഇവിടെ സമസ്തയെന്നോ അല്ലെങ്കിൽ സലഫി വിഷ്ഡം ഏതും ആയിക്കോട്ടെ, എല്ലാം മാറ്റിവെക്കുക. ഈ ഇമാമിയങ്ങൾ ഹിജറ 400-ലും 500-ലും 600-ലും 700-ലും ഒക്കെ ജീവിച്ച് വഫാത്തായ ഈ മുഫസ്സിറുകൾക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ലേ? നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും കൃത്യമായി സൂറത്ത് നിസാ 64-ാമത്തെ ആയത്ത് വലൗ അന്നഹും ഇദ് ളലമൂ അൻഫുസഹും ജാഊക എന്ന ആയത്തിൽ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ശുപാർശ തേടിയ സംഭവം ഉദ്ധരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടി അത് ഉദ്ധരിച്ചു? പരിശുദ്ധ ആയത്തിന് ശിർക്കായ ഒരു സംഭവമാണോ തെളിവായി പറയുക? സുബ്ഹാനല്ലാഹ്. നമ്മുടെ മൗലവി എത്ര വില കുറഞ്ഞ ആരോപണമാണ്, ഉത്ബി തങ്ങൾ കള്ളുകൂടിയനാണ്. സുബ്ഹാനല്ലാഹ്. ഹാഫിൽ ഇബ്നു കസീർ മഹാനവറുകളുടെ അൽ ബിദായത്തുൻ നിഹായയുടെ മുഖദ്ദിമയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ സ്വഹീഹായ സംഭവമേ അവിടുത്തെ കിതാബിൽ ഉദ്ധരിക്കുള്ളൂ, വല്ല ലൂഫുണ്ടെങ്കിൽ അത് ബയാൻ ചെയ്യും. ഹാഫിളാണ്. ഹദീസിൻ്റെ യോഗ്യതയും അയോഗ്യതയും പറയാൻ യോഗ്യതയുള്ള ഹാഫിളായ ഇബ്നു കസീർ തങ്ങൾ അവിടുത്തെ തഫ്സീരിൽ വളരെ ആധികാരികമായി കൊണ്ടുവന്നത്, ചോദിക്കട്ടെ മൗലവി, ഒരു കള്ളുകൂടിയനിൽ നിന്നാണോ ആയത്തിന് തെളിവ് കൊണ്ടുവരിക? സുബ്ഹാനല്ലാഹ്. എത്ര വില കുറഞ്ഞ ആരോപണമാണ് നമ്മുടെ മൗലവിയുടെ നടത്തിയിട്ടുള്ളത്. കള്ളുകൂടിയിൽ നിന്നാണോ തഫ്സീറിന് തെളിവ് പറയുക? സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ട് ഇത്തരം ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ മുഹദ്ദിസീങ്ങളെയൊക്കെ തെറി പറയുക, അവരെ ഇത്തരം കള്ളുകുടിയൻ എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ നടത്തുക, ഇതൊക്കെ ഒഴിവാക്കണം. ഇതൊന്നും ഒരു ദീനീ പ്രബോധകന് പറ്റിയതല്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പറഞ്ഞ ആളാണ്, പറഞ്ഞ വാദം മാറ്റി പറഞ്ഞ ആളാണ്, പെട്ടെന്ന് ചൂടാവുന്ന ആളാണ്, തെറി പറയുന്ന ആളാണ്. അങ്ങനെ തന്നെയാണല്ലോ. കാരണം നമ്മൾ അനുഭവമാണല്ലോ. ജിന്നിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ മൗലവിക്ക് വാദമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ തന്നെ മുമ്പൊരു വാദം പറഞ്ഞത് വീണ്ടും മാറ്റി. അപ്പോൾ ഇവരുടെ ബഡാ മൗലവിയാണ്, സംസ്ഥാനത്തിൽ അറിയപ്പെട്ട ബഡാ മൗലവിയാണ്. ആ മൗലവിയുടെ ഒരു ദുരവസ്ഥയാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അവസാനം മൗലവിക്ക് ഇപ്പോൾ വിഷയദാരിദ്ര്യം പിടിപെട്ടിട്ടുണ്ട്. മൂപ്പർക്കിപ്പം CM പടച്ചോന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കളിക്കണം. ഞങ്ങൾ ഉദ്ധരിക്കുന്ന പ്രമാണം, ഞങ്ങൾ കൊണ്ടുവന്ന ആശയം, അതിൻ്റെ തഫ്സീറൊന്നും പറയാൻ മൗലവിക്ക് നേരില്ല. മൗലവിക്ക് CM പടച്ചോന്നാന്നൊക്കെ പറയണം. പിന്നെ മാല മൗലീദിലെ വിഷയങ്ങളൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഈ സംവാദം കഴിഞ്ഞ് മാല മൗലീദ് നമുക്ക് നടത്താലോ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാലോ. ഇവിടെ ഞങ്ങൾ സുന്നികൾ ഒറ്റ ഒരു പ്രമാണമല്ലേ ആധികാരികമായി ഞങ്ങൾ കൊണ്ടുവന്നത്, സൂറത്ത് നിസാ 64-ാമത്തെ ആയത്ത്, അതിന് തഫ്സീർ. ബാക്കി അതിന് ബോൽബലകമായി അതിനെ ശക്തിപ്പെടുത്താനുള്ള മറ്റ് ഇമാമിയങ്ങൾ നടത്തിയ ഇസ്തിഹാസകൾ ഞങ്ങൾ ടെക്സ്റ്റായി പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇനിയും പറയും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ കഴിഞ്ഞ അവസരങ്ങളിൽ മൗലവി കറാമത്ത്, വഫാത്തിന് ശേഷം കറാമത്ത് ഉണ്ടാവില്ല
എന്ന വികലവാദം പറഞ്ഞു നോക്കി. പക്ഷെ കഴിഞ്ഞ ഈ അവസരത്തിൽ അത് മിണ്ടിയില്ല. കാരണം എന്തേ? സാക്ഷാൽ ഇബ്നു തൈമിയയുടെ ഇബാറത്തല്ലേ നമ്മൾ കൊടുത്തത്, ഇവരുടെ ആശയ സ്രോതസ്സല്ലേ. ഇബ്നു തൈമിയ എന്താ പറഞ്ഞത്? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിതകാലത്ത് പോയി സഹായം തേടി ഉത്തരം നൽകിയതുപോലെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലുള്ള സ്വാലിഹീങ്ങളിൽ നിന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കൂ, എത്ര നല്ല ഒരു വാദമാണ് മൂപ്പർ പറഞ്ഞത്. അപ്പോൾ ഇബ്നു തൈമി എന്താണ്, ഇബ്നു തൈമിയയുടെ ആശയവും കേരള മുജാഹിദുകളുടെ ആശയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കേരള മുജാഹിദുകൾക്ക് വഫാത്തായ മഹത്തുക്കളോട് സഹായം തേടുമ്പോൾ അവർ കേൾക്കൂല, ഉത്തരം ചെയ്യൂല. അതായത് അവർക്ക് അതിന് കഴിവില്ല, അള്ളാഹ് കൊടുക്കൂല എന്നാ. എന്നാൽ ഇബ്നു തൈമിയയുടെ വിശ്വാസം എന്താണ്? അവർക്ക് കേൾക്കുകയൊക്കെ ചെയ്യാൻ, ഉത്തരം ചെയ്യാൻ, സഹായിക്കാനൊക്കെ കഴിയും, പക്ഷേ ചോദിക്കാൻ പാടില്ല. ഇതാണ് ഇബ്നു തൈമിയയും കേരളത്തിലെ മുജാഹിദുകളെയും മൗലവിമാരും തമ്മിലെ വ്യത്യാസം. ഇതാണ്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏതായാലും കറാമത്തിൻ്റെ വിഷയത്തിൽ തീരുമാനമായി, അൽഹംദുലില്ലാ. പിന്നെ ഈ കഴിഞ്ഞ അവസരങ്ങളിൽ ഒരുപാട് മൗലവി പറഞ്ഞ ഇമാമീങ്ങൾ അതൊക്കെ നമ്മൾ വ്യക്തമായ മറുപടി പറഞ്ഞതാണ്. ഇപ്പം തൂഫി ഇമാമിൻ്റെ അൽ ഇഷാറാത്തുൽ ഇലാഹിയ കൊണ്ടുവന്നു, കട്ട് വെച്ച് ഇബാറത്ത് വായിച്ചു, ഇവിടെ ഉദ്ധരിച്ചു. അതിൻ്റെ മുഴുവനും വഫാത്തായ മഹത്തുക്കളോട് ഇസ്തിഗാസ നടത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പഠിപ്പിച്ച തൂഫി ഇമാമിൻ്റെ മുഴുവൻ ഭാഗവും ഞങ്ങൾ ഇവിടെ വിട്ടു. പിന്നെ ആ ഭാഗം മിണ്ടിയിട്ടുന്നില്ല. പിന്നെ സുവൈദിയെ കൊണ്ടുവന്നു, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട സുവൈദി. ഇബ്നു തൈമിയയുടെ ആശയത്തെ ശക്തിപ്പെടുത്താൻ, അഥവാ ഇബ്നു സുബുക്കി ഇമാമിനെ ഖണ്ഡനം നടത്തിയ ആളാണ് സുവൈദി. പിന്നെ അത് നമ്മൾ പറഞ്ഞപ്പോൾ പിന്നെ മിണ്ടിയിട്ടില്ല. പിന്നെ മക്രീസിയുടെ തജ്രീദ് തൗഹീദ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഇബ്നുൽ ഖയ്യിമിൽ ജൗസി അഥവാ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ്റെ കിതാബിനെ അവലംബമാക്കിക്കൊണ്ട് എഴുതിയ കിതാബാണ് മക്രീസിയുടെ ഈ തജ്രീദ് തൗഹീദ്. എന്നാൽ ഇതേ മക്രീസി ഇമാമ് തന്നെ ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടില്ലേ? ഇതേ വലവന്നഹും ഇല്ലലുമും എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ വഫാത്തായ റസൂലുള്ളാഹിനോടുള്ള ഇസ്തിശ്ഫാ വളരെ ഭംഗിയായി പഠിപ്പിച്ച ആളാണ് ആര്? ഈ മക്രീസി ഇമാം. അവിടുത്തെ അൽ ഇംതാഉൽ അസ്മാ എന്ന കിതാബിൽ എന്തു പറയാം. അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ കൊണ്ടുവന്നു ഇസ്തിഗാസയെ എതിർക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, മഹാനവർകളുടെ കിതാബിൽ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടിയ ആളാണ് ആര്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ. ഇവരംഗീകരിക്കുമോ? ഇമാം റാസിയെ കൊണ്ടുവരാൻ നോക്കി. എന്തിനാ കൊണ്ടുവരുന്നത്? സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയെ എതിർക്കാൻ. എന്നാൽ റാസി ഇമാം ആവട്ടെ ഇസ്തിഗാസയെ അംഗീകരിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അത് സ്വഹാബത്ത് ചെയ്തത് ഉദ്ധരിക്കുകയും ചെയ്ത ആളല്ലേ ഇമാം റാസി. പിന്നെ ആദ്യ അവസരങ്ങളിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കൊണ്ടുവന്ന് നോക്കി, സൃഷ്ടികളോട് സഹായം തേടാൻ പാടില്ല. എന്നാലോ ഹജ്ജിന് പോയുന്ന സമയത്ത് വഴിതെറ്റിയപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ച് ഇസ്തിഗാസ ചെയ്ത് സമുദായത്തെ പഠിപ്പിച്ച ആളാണ് ആര്? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. പിന്നെ ഇമാം നവവിയെ കൊണ്ടുവന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന മര്യാദ പഠിപ്പിക്കുന്നിടത്തും എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിശ്ഫാ നടത്തണം എന്ന് പഠിപ്പിച്ചു. ആര്? ഇമാം നവവി റളിയല്ലാഹു അൻഹു. എത്ര കൃത്യമായാണ്. അപ്പോൾ മൗലവി കൊണ്ടുവന്ന എല്ലാ ഇമാമിയങ്ങളും അവരൊക്കെ ഇസ്തിഗാസ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് നിസാ 64-ാമത്തെ ആയത്താണ് ഞങ്ങൾ ഇവിടെ നൽകിയ തെളിവ്. അതിൻ്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക, അഥവാ ശുപാർശ തേടുക. ഈ സഹായ തേട്ടമാണ് ഞങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞ ആശയം. എന്നാൽ ഇവിടെ മൗലവി ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പറഞ്ഞു നോക്കി. മൗലവി ആദ്യമൊക്കെ പറഞ്ഞത് അത് മുനാഫിഖീങ്ങൾക്ക് മാത്രം ഖാസ്സായ നിയമമാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുനാഫിക്കുകൾക്ക് മാത്രം ബാധകമായതാണ്. അതിങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി പറയേണ്ടതല്ല. എന്നാൽ അതേ മൗലവിക്ക് പിന്നെ വീണ്ടും വൈരുദ്ധ്യം പറയേണ്ടി വന്നു. എന്ത്? ഈ ആയത്തിൻ്റെ ആശയം തെറ്റ് ചെയ്തവരോട് പൊരുത്തപ്പെടിക്കലാണ്. അപ്പോൾ ഈ പൊരുത്തപ്പെടിക്കൽ ഖാസ്സായ കാര്യമാണ്. നമ്മൾ ആരോട് തെറ്റ് ചെയ്താലും അവരോട് പൊരുത്തപ്പെടിക്കുക, അത് നമ്മൾ അംഗീകരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇതേ മൗലവി തന്നെ പറയുന്നു അത് മുനാഫിഖീങ്ങൾക്ക് മാത്രം ബാധകമാണ്. അതേ മൗലവി പിന്നെ പറയുന്നു അല്ല, അത് പൊരുത്തപ്പെടിക്കുന്ന വിഷയം, അതെല്ലാവർക്കും ബാധകമാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തവരോട് പൊരുത്തപ്പെടിക്കുക എന്നത് നമ്മളും അംഗീകരിക്കുന്ന വിഷയമാണ്. പക്ഷേ എന്തുണ്ട് ഇതിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇപ്പോൾ ഇന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ള റസൂലുള്ളാഹിയുടെ ഖബറിങ്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ പാപം പുറത്ത് കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാവശ്യപ്പെടുക. ഇതാണല്ലോ മുഫസ്സിറുകളൊക്കെ പഠിപ്പിച്ചത്.
സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ പഠിപ്പിക്കുന്ന ആദാബുകൾ, മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് വളരെ വ്യക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശുപാർശ തേടണം എന്ന് 4 മദ്ഹബിലെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചു അവരുടെ മുഅ്തമദായ ഗ്രന്ഥങ്ങളിൽ. അതൊക്കെ ഞങ്ങൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കൃത്യമായി പഠിപ്പിച്ച ആശയമല്ലേ ഞങ്ങൾ ഇവിടെ പറഞ്ഞത്, ഉണർത്തിയത്? ആയത്തിന്റെ ആശയത്തിൽ ഞങ്ങൾ വെറുതെ പറഞ്ഞതാണോ? അല്ലല്ലോ, തഫ്സീറുകൾ പറഞ്ഞ വിഷയമല്ലേ. എന്നിട്ടോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ 3-ാം ദിവസവും അതുപോലെ തന്നെ മറ്റ് അവസരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ആയത്ത് ഉദ്ധരിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ സഹായം തേടി, ഇസ്തിശ്ഫാഇന് വേണ്ടി സഹായം തേടി എന്ന സംഭവവും മുഫസ്സിറുകൾ കൊണ്ടുവന്നു. എത്ര കൃത്യമാണ്! ഇതിനെ ഗണ്ണിക്കാൻ മൗലവിക്ക് സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവിടെ കൃത്യമായി സമുദായം പഠിച്ചു കഴിഞ്ഞു. 921 ശേഷം വന്ന ഈ മുജാഹിദുകൾ ഇതുപോലെയുള്ള വൈരുദ്ധ്യാത്മകമായ നിലപാടുകൾ പറഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെതായ വില മാത്രമേ ഉള്ളൂ. ബുദ്ധിയുള്ളവർ, അള്ളാഹുവിനെ ദീനെ സ്നേഹിക്കുന്നവർ, ഇമാമിയങ്ങളെ പിൻപറ്റുന്നവർ, ഇവരുടെ വികലവാദങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് അത് നമുക്ക് മുൻഗാമികളിലൂടെ കൈമാറി വന്ന ആദർശമാണ്. അത് അവർ പഠിപ്പിച്ചു തന്ന സലഫുകളും ഖലഫുകളും നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ്. ആ മാർഗത്തിലൂടെ ജീവിക്കുക, അഥവാ മുഅ്മിനീങ്ങളുടെ മാർഗം, ആ മുഅ്മിനീങ്ങളുടെ മാർഗം പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കുക. ആ മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവൻ്റെ കേന്ദ്രം അത് നരകമാണ്. അത് അല്ലാഹു തആല നമ്മെ ഉണർത്തിയിട്ടും ഉണ്ട്. അള്ളാഹു നമുക്ക് ഹക്കിനെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മുടെ ഈ ചോട്ടാ മുസ്ലിയാരുട്ടി മൂപ്പര് പറയാണ്, നമുക്ക് വിഷയദാരിദ്ര്യം വന്നുപോയി. മുസ്ലിയാരെ, ഇസ്തിഗാസയെ സംബന്ധിച്ച് എണ്ണിയാലും തീരാത്തത്ര വ്യക്തമായ പ്രമാണങ്ങൾ, ഖുർആനിന്റെ ആയത്തുകൾ, സ്വഹീഹായ ഹദീസുകൾ ഇസ്തിഗാസ ശിർക്കാണ് എന്നത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓതാനുണ്ട്. വിഷയത്തിന് എന്ത് ദാരിദ്ര്യം? ഇവിടെ വിഷയമില്ലാത്തതും ദുർബലമായ കഥകൾ പെറുക്കി കൊണ്ടുവന്ന് അതിൻ്റെ പിന്നാലെ കൂടി നടക്കുന്നതും ആരാണ് എന്ന് കൃത്യമായി ശ്രോതാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. അതേ അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ മുസ്ലിയാരുട്ടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മദ്രസയിലെ കുട്ടിയോട് ചോദിച്ചാൽ അറിയത്ര ആരാ പടച്ചോന്, മടവൂരാണ് പടച്ചോന്ന് ഞങ്ങൾ പറയില്ല. പിന്നെ മടവൂരാണ് പടച്ചോനെന്ന് വേറെ ഒരു വിഭാഗം പടപ്പലോടെ എന്ന് പറഞ്ഞതാ. നിങ്ങൾ എഴുതി വെച്ചതും നിങ്ങൾ അംഗീകരിക്കുന്നവർ എഴുതി വെച്ചതും അതിന്റെ ട്രാൻസ്ലേഷനുകളും പലതവണ ഞാൻ വായിച്ചു. ഒരെണ്ണം തൊടാൻ തൻ്റെ ഇടമുണ്ട് മുസ്ലിയാരെ നിങ്ങൾക്ക്? കണ്ടോ? ഇതാ ഞാൻ ഇവിടെ കണ്ടു. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കണ്ട, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കും. എന്നിട്ട് സലഫിയുടെ പേരിൽ നിന്നാണ് സലഫികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എവിടെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞ ഒരുത്തൻ സലഫിയാവും. അള്ള കേൾക്കുന്നത് പോലെ സൃഷ്ടി കേൾക്കുമെന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ എന്താ മുസ്ലിയാരെ? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ജിലാനി സപ്ലിമെന്റിലും CS മരടികളൊക്കെ എഴുതി എന്താ ഞാൻ വായിച്ചു, തൊട്ടോ നിങ്ങളതിന് ഹദീസിനെ ദുർവ്യാഖ്യാനിക്കല്ലേ ചെയ്തത്? നിങ്ങൾ പറഞ്ഞ എന്താണ്? ബുഖാരിയിലെ ഹദീസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആ ഹദീസിന്റെ ഉദ്ദേശ്യം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. പിന്നെ നിങ്ങൾ വീണ്ടും പറഞ്ഞു, കയ്യും കാലും കണ്ണും കാതും എല്ലാം അള്ളാഹു ആകുമെങ്കിൽ ആരെയും എപ്പോഴും എവിടെ വെച്ചും സഹായിക്കാൻ സാധിക്കുമെന്നതിൽ സംശയം എന്തിരിക്കുന്നു? പടച്ചോന്റെ പണിയല്ലേ മുസ്ലിയാർ എടുക്കുന്നത്? അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. എന്നിട്ട് പറയാം, മദ്രസയിലെ കുട്ടിയോട് ചോദിച്ചാൽ അറിയാം പടച്ചോൻ ആരാണ്. അതന്നെ, ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്. വീണ്ടും പറയാം, അള്ളാഹു നമ്മിൽ നിന്ന് വേറെയാണെന്നുള്ള ഊഹത്തെ കുടഞ്ഞു കളഞ്ഞേ തീരൂ. ജ്ഞാനം കൊണ്ട് ഈ ഊഹത്തെ അകറ്റണം. അതോടെ ദിവ്യ സമാഗമം ഉണ്ടാകും. താനും അവനും ഒന്നെന്ന് അപ്പോൾ ബോധ്യമാകും. ഇത് വഹദത്തുമാലിന്റെ വ്യാഖ്യാനം ഞാൻ എഴുതിയത്. പന്താവൂരിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസിക രോഗി എന്ന് വിളിക്കാം. പക്ഷെ വഹദത്തുമാലിന്റെ കർത്താവ് നിങ്ങൾ എന്ത് വിളിക്കും? ഇമാം ജേലിയെ നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, എവിടെയാ നിങ്ങൾ മുസ്ലിയാരെ? നിങ്ങൾ ഇതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ കുത്തുബിയത്ത് ചെല്ലി ഇപ്പൊ മുസ്ലിയാർ പറയാം, ഈ മൗലവിമാരുടെ സ്ഥിരം സ്വഭാവമാണ് മൗലിദ് മാലകൾ ഓതി കളിക്കുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിശദീകരിക്കൽ. എന്താണ് മുസ്ലിയാരുട്ടി ഈ പറയുന്നത്? കുത്തുബിയത്ത് ഞാനിവിടെ ചൊല്ലിയത് എന്തിനാ? കുത്തുബിയത്തിൽ നിങ്ങൾ അബ്ദുൽ ഖാദർ ജീലാനിയോട് ഇസ്തിഗാസ ചെയ്യുന്നു. അത് പച്ചയായ കുഫറാണെന്നും അത് ഖുർആനിലെ പ്രത്യക്ഷമായ ആയത്തുകൾക്കെതിരാണെന്നുമാണ് മുസ്ലിയാർ പറഞ്ഞത്. ഞാനിവിടെ സൂചിപ്പിച്ചത്. തൊടാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് തൊടാൻ പറ്റിയില്ല. മാലമൗലിദിന്റെ പിന്നാലെ ഞങ്ങളില്ല, വിഷയം മാറിപ്പോകുന്നു. മുസ്ലിയാരെ അത് ഇസ്തിഗാസയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് പിന്മാറാനേ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് വിഷയദാരിദ്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന വിഷയത്തിനൊരു തെളിവ് സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു.
അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. ഇനി വീണ്ടും നിങ്ങളുടെ വഹദത്തുമാലയിൽ പറയുന്നത് എന്താ? ഷെയ്ഖുന പറയുന്നു, നീ അള്ളാഹുവിന്റെ ഗുണങ്ങൾ ആർജിക്കണം, അങ്ങനെ നീ അള്ളാഹു ആകണം. ഇതാണ് മുസ്ലിം പള്ളി ദർസ് പഠിക്കുന്ന കാര്യം. വീണ്ടും പറയുന്നു, ഹഖീഖിയായ ഔലിയാക്കളെ, ആത്മജ്ഞാനികൾ അള്ളാഹു എന്നാണ് വിശേഷിപ്പിക്കാറ്. അസ്തിത്വം ഒന്നേ ഉള്ളൂ, രണ്ടില്ല. പിന്നെങ്ങനെ ഇവർ മാത്രം അള്ളാഹു അല്ലാതാകും? കണ്ടോ, ഇപ്പൊ ആരാ പടച്ചോൻ? മടവൂര് പടച്ചോനാന്ന് പറയുന്ന ആരാ മുസ്ലിയാരെ? ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ കളവായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അംബിയ ഔലിയാക്കൾക്ക് അള്ളാഹു പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും. ആകെ ഒരു വ്യത്യാസം എന്താ? അള്ളാഹ് സ്വയം കഴിവുകൊണ്ട് പ്രവർത്തിക്കും, അംബിയ ഔലിയാക്കൾ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് പ്രവർത്തിക്കും. ഈ വിഷയമല്ലേ വാദമായിട്ട് നിങ്ങൾ എഴുതിയത്? ഈ വിഷയമല്ലേ? അല്ലാതെ കള്ളുകുടിയനായ ഉത്തുബിയുടെ കഥയാണോ നിങ്ങൾ ഇവിടെ വാദമായി എഴുതിയിട്ടുള്ളത്? ഈ എഴുതിയ വിഷയത്തെക്കുറിച്ച് തൊടാൻ സാധിച്ചോ മുസ്ലിയാരെ? നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് സ്വന്തം വിഷയത്തെ തൊടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ട കാര്യം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിയാരുട്ടിക്ക് പിന്നെ എന്താണ് ജറഹ് തഅദീൽ എന്നറിയോ? പറയുകയാണെന്ത് ഹദീസ് റിവായത്ത് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ ഈ മൗലവി എന്താണ് പറയുന്നത്? എന്താ ഇങ്ങനെ ആക്ഷേപ സത്യസമ്മതി കള്ളുടിയൻ എന്നൊക്കെ പറയുന്നല്ലോ. കള്ളുകുടിയൻ എന്ന് പറഞ്ഞതിനേക്കാളും വലുതാണ് മുസ്ലിയാരെ ഉത്തുഹിമ ബി സന്തഖ എന്നൊക്കെ പറയുന്നത്. മതനിഷേധം ആരോപിക്കപ്പെട്ട റിപ്പോർട്ടർമാരുള്ള പരമ്പരയിൽ അത്തരം റിപ്പോർട്ടർമാരുള്ള പിന്നെ റിവായത്തുകൾ നിങ്ങൾ കൊണ്ടുവരാറില്ലേ മുസ്ലിയാരെ? നിങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പം ഉത്തുഹിമ ബി സന്തഖ എന്ന് പറഞ്ഞതിനേക്കാളും വലുതാണ് ഒരാൾ കള്ളുകുടിയനാണെന്ന് പറയുന്നത്, അല്ലെ? ഇബ്നു ഖല്ലിഖാനെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചില്ലേ? മുസ്തഖ്തിറ ബി ശറാബ് എന്ന് പറഞ്ഞില്ലേ? എന്താണ് ശരിക്കും? കള്ളിൽ മുഴുകിയവൻ, മുഴുകുടിയൻ, അല്ലെ? പെണ്ണുങ്ങളുമായി നടക്കുന്നയാൾ, അവരുമായി സല്ലപിക്കുന്നയാൾ എന്നിങ്ങനെ ഉത്തുബിയെ പരിചയപ്പെടുത്തിയത് ഇബ്നു ഖല്ലിഖാനാണ്. വഫയാത്തുൽ അയാനുൽ മുസ്ലിയാരെ ഞാനതിവിടെ ഉദ്ധരിച്ചതല്ലേ, അല്ലേ? ഇനി ജറഹു തഅദീലിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ ഉസൂൽ ഹദീസ് പഠിക്കണം. നിങ്ങളെ ജാടയും കിബറും ഈഗോയൊക്കെ മാറ്റിവെച്ചാൽ ഞാൻ പഠിപ്പിച്ചുതരാം. സൗകര്യം ഉണ്ടെങ്കിൽ പറ. മനസ്സിലായില്ലേ? എന്താ ഇവിടെ? ഞാൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഖരീബിൽ പറയുന്നു, ഉലമാഉൽ ജറഹി വത്തഅദീൽ യൻദുറൂന ഫി ഹാലി റാവി. ജറഹ് തഅദീലിന്റെ, അതായത് റിപ്പോർട്ടർമാരെ നിരൂപണം നടത്തുന്ന ഉലമാ, ഹദീസ് പണ്ഡിതന്മാർ, അവർ നോക്കുന്നത് റാവിയുടെ അവസ്ഥ എന്താണ് എന്ന കാര്യമാണ്. മിൻ ഹൈസു ലബ്തിഹി വ ഇത്ഖാനിഹി, അയാളുടെ ലബ്ത്ത് നോക്കും. അതേപോലെ തന്നെ ഇത്ഖാൻ, അയാൾ പിന്നെ ക്ലിപ്തമായി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണോ, സൂക്ഷ്മമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളാണോ, ഔ അദമി ദാലിക്, അതല്ല അങ്ങനെ അല്ലാത്ത ആളാണോ എന്ന് പരിശോധിക്കും. വമിൻ ഹൈസു അമാനത്തിഹി ഫീമാ യർവി, അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ അയാൾ അമാനത്ത് സ്വീകരിക്കുന്ന ആളാണോ, ഔ അദമിഹ, അല്ലെങ്കിൽ സ്വീകരിക്കാത്ത ആളാണോ എന്നൊക്കെ പരിശോധിക്കും. അതാണ് ഉലമാഉൽ ജർഹ് വ തഅദീലിന്റെ പണി. അവര് പറഞ്ഞ കാര്യങ്ങൾ എടുത്തുദ്ധരിക്കുക മാത്രമേ മുസ്ലിയാരുട്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇനി വീണ്ടും അദ്ദേഹം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്നെ പറയാം തഹദീബിൽ എന്താ? ഖൗലുഹും, അതായത് ഹദീസ് നിവേദകരായ ആളുകൾ, ഹദീസ് നിവേദനത്തെ നിരൂപണം നടത്തുന്ന പിന്നെ ജറഹു തഅദീലിന്റെ ഇൽമ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അവര് ആ റിപ്പോർട്ടർമാരെ കുറിച്ച് പറയും, ഫുലാനുൻ ദഈഫുൻ, ദുർബലനായ വ്യക്തിയാണ്, ലിസൂഇ ഹിഫ്ളിഹി, ഹിഫ്ള് മോശമായതിനാൽ, ഔ ലികസ്റത്തി വഹ്മിഹി, അല്ലെങ്കിൽ വഹ്മ്, അയാൾ അവ്യക്തത അത് പെരുകിയതിനാൽ. ഉദാഹരണം ആളുകളുടെ പേരൊക്കെ കൊടുത്തു, ഹുദൈജ് ബിൻ മുആവിയ, എന്നിട്ട് കാല നസായി അയാളെ കുറിച്ച് പറഞ്ഞു ദഈഫ്, ദാറഖുത്നി പറഞ്ഞു ഗലബ അലൈഹിൽ വഹ്മു, അയാൾക്ക് അവ്യക്തത കുറച്ച് അതിര് വിട്ടുപോയിട്ടുണ്ട്. ബസാർ പറഞ്ഞു സയ്യുൽ ഹിഫ്ളി, ഹിഫ്ളാക്കുന്നതിൽ വളരെ മോശക്കാരനാണ്. കണ്ടോ, ഈ നിരൂപണം നടത്തുക എന്നുള്ളത് ജറഹ് തഅദീലിന്റെ രീതിയാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു തഹദീബിൽ തന്നെ ഖൗലുഹും, ജറഹ് തഅദീലിന്റെ ഉലമാക്കൾ പറയുന്നു, മുൻകറുൽ ഹദീസ്, ഒരു ഹദീസ് അത് തള്ളേണ്ടതാണ്, മത്റൂക്ക് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്, അത് മോശമാണ്. മത്റൂക്കുൽ ഹദീസ് എന്ന് പറയും. ഒരു റിപ്പോർട്ടറെ കുറിച്ച് മുൻകറുൽ ഹദീസ്, അയാൾ പിന്നെ എന്താണ്? ഹദീസിന്റെ കാര്യത്തിൽ മുൻകറായ വ്യക്തിയാണ്, തള്ളേണ്ട വ്യക്തിയാണ്. ഹദീസ്, അയാളുടെ ഹദീസ് തള്ളപ്പെടേണ്ടതാണ്. ഔ ദഈഫുൻ ജിദ്ദൻ, അല്ലെങ്കിൽ അയാൾ വളരെ ദുർബലനാണ്. ഔ ലൗസ ബിശൈഇൻ, അയാൾ യാതൊന്നിനും കൊള്ളുകയില്ല. ഔ വാഹിൻ, അല്ലെങ്കിൽ വളരെ ദുർബലനായ വ്യക്തിയാണ് എന്നൊക്കെ പറയും. വതുഖാലു, ചിലപ്പോൾ പറയപ്പെടുന്നതാണ് ഗാലിബൻ ഫിൽ ദഈഫി ജിദ്ദൻ, മിക്കപ്പോഴും അങ്ങേ വളരെയേറെ ദുർബലതയിൽ ഉള്ള ആളാണ് എന്നൊക്കെ പറയും. അല്ലദീ ലാ യുഅ്തബറു ഹദീസുഹു, അയാളുടെ ഹദീസ് പരിഗണിച്ചുകൂടാ. ലികസ്റത്തി മുഖാലഫത്തിഹി സിഖാത്ത്, സിഖത്തുകൾക്ക് എതിരാവുക എന്നത് ധാരാളമായി സംഭവിക്കുന്നത് കൊണ്ട് അയാളുടെ ഹദീസുകൾ പരിഗണിക്കപ്പെട്ടുകൂടാ. ഇങ്ങനെയൊക്കെ ആളുകളെ നിരൂപണം നടത്തും.
അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് നിവേദകരെ കുറിച്ച് മുൻകറുൽ ഹദീസ് എന്ന് പറയാറുണ്ട്, മത്റൂഖ് എന്ന് പറയാറുണ്ട്. ബുഖാരിയെയും ദാറഖുത്തിനെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു അല്ലെ. വീണ്ടും ഹദീസ് റിപ്പോർട്ടർമാരെ കുറിച്ച് ജർഹ് തഅദീലിലെ പണ്ഡിതന്മാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അഖ്ദബുൻ നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളിൽ പെരുന്നുണയനാണെന്ന് പറയാറുണ്ട്. ദജ്ജാൽ എന്ന് പറയാറുണ്ട്. മനസ്സിലായില്ലേ? ഹദീസിന്റെ ജർഹ് ചെയ്യുന്നിടത്ത് ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ അവർ നടത്തുമ്പോൾ അവർ ബാത്തുലുൻ മൗലൂൻ, അതിന്റെ സാഹിബ് ബാത്തിലാണ്, മൗലൂ വ്യാജ നിർമ്മിതി നടത്തുന്നയാളാണ് എന്ന് പറയും. എന്നിട്ട് ഇസ്ഹാഖ് ഇബ്നു ഉജൈഹിനെയൊക്കെ ഉദാഹരണമായിട്ട് എടുത്തു കൊടുത്തു. ഇബ്നു മഈൻ അയാളെ കുറിച്ച് പറഞ്ഞ ഖദ്ദാബ്, പെരുന്നുണയൻ, അദുവുള്ള, അള്ളാഹുവിന്റെ ശത്രു. മുസ്ലിയാരെ, ഇത് മൗലവിമാരല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ വലിയ മൗലവിമാർ വന്നിട്ടല്ല പറയുന്നത്. അതുവുള്ള മുസ്ലിയാരിറ്റി മനസ്സിലായിക്കോ, അള്ളാഹുവിന്റെ ശത്രു എന്ന് റിവായത്തുകളെ കുറിച്ച് പറഞ്ഞത് ഇബ്നു മഈനാണ്. മനസ്സിലായില്ലേ? അതുപോലെ റജുലുൻ, എന്താണ്, ഖബീസുൻ, ദുഷിച്ച വ്യക്തി എന്ന് പറയുകയുണ്ടായി. ഇബ്നു ഹിബ്ബാൻ അയാളെ കുറിച്ച് പറഞ്ഞാൽ അറിയോ? ദജ്ജാലും മിന ദജാജില, ദജ്ജാലുകളുടെ കൂട്ടത്തിലെ ദജ്ജാൽ എന്നാണ്. യലൗൽ ഹദീസ സ്വറാഹൻ, വ്യക്തമായി തന്നെ ഹദീസുകളെ കെട്ടി ഉണ്ടാക്കുന്നവൻ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ? കദ്ദാബുൻ, പെരുന്നുണയൻ, വല്ലാഉൻ, ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവൻ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങൾ ഹദീസിന്റെ റിവായത്തിൽ, ആ പരമ്പരയിൽ സനദിൽ വരുന്ന റാവിമാരെ കുറിച്ച് പറഞ്ഞതിന്റെ ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ജർഹ് തഅദീലുമായി ബന്ധപ്പെട്ട് വലിയ ഒരുപാട് പറയാനുണ്ട്. ഇങ്ങനെ ഈ ജർഹ് തഅദീലിന്റെ അഗ്രേസരരായ പണ്ഡിതന്മാരും മുഅ്തമദായ ഇമാമുകളും പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമാം ദഹബി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? റാവിമാരെ കുറിച്ച് പറയുന്ന വാക്ക് നല്ല റാവിമാർ, സ്വീകാര്യരായ റാവിമാരാണെങ്കിൽ റുവാത്തുൽ മഖ്ബൂലിന്റെ കാര്യത്തിൽ സബത്താണെന്ന് പറയും. അതുപോലെ തന്നെ ഹാഫിളാണ് എന്നുള്ള പ്രയോഗങ്ങൾ സിഖത്ത് എന്നൊക്കെ പറയും. എന്നാൽ ജർഹ് തഅദീലിൽ മോശമായ ആളുകളെ കുറിച്ച് ദജ്ജാൽ, ഖദ്ദാബ്, വല്ലാഉൻ യദഉൽ ഹദീസ, മുത്തഹമുൻ ബിൽ കദിബ്, കളവ് ആരോപിക്കപ്പെട്ടവൻ എന്നൊക്കെ പറയാറുണ്ട്. മുത്തഫഖുൻ അലാ തർക്കി, അയാൾ ഹദീസ് എടുക്കാൻ പാടില്ല എന്നുള്ളത് ഇത്തിഫാഖുള്ള വിഷയമാണ് എന്ന് പറയാറുണ്ട് എന്ന് ജർഹ് തഅദീലിലെ പണ്ഡിതന്മാരാണ് മുസ്ലിയാരുട്ടി പറഞ്ഞിട്ടുള്ളത്. അതാ ഞാനിവിടെ കൊണ്ടുവന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണ് ഈ കള്ളുകുടിയനായ ഉത്തുബി എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യമല്ല. അത് ഞാനിവിടെ പലതവണ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അംബിയ ഔലിയാക്കൾക്ക് സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആലമുൽ ബർസഖിൽ മുഅ്ജിസത്തുണ്ടോ, കറാമത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ അതുകൊണ്ട് സഹായിക്കൽ? കൃത്യമായിട്ട് പറഞ്ഞു. ഞാനിവിടെ കൃത്യമായി പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു. ഇമാം മഖ്രീസിയെ ഞാൻ ഉദ്ധരിച്ചു, അസ്മാഉൽ അംതാൾ. അതേപോലെ തന്നെ അബൂ മൻസൂർ അൽ ബാഗ്ദാദി ഉസൂലുദ്ദീൻ ഞാൻ ഉദ്ധരിച്ചു. ബുസ്താനുൽ ആരിഫീനിൽ ഞാൻ ഇങ്ങനെ തന്നെ വായിച്ച് കേൾപ്പിച്ചു. വലാ ബുദ്ദ മിൻ അൻ തകൂനൽ കറാമത്തു ഫിഅലൻ നാഖിലൻ ലിൽ ആദത്തി ഫീ അയ്യാമി തക്ലീഫ്. ഒരു കറാമത്ത്, പതിവിനെതിരായി നടക്കുന്ന ഒരു കറാമത്ത് അയ്യാമു തക്ലീഫിൽ ആയിരിക്കൽ അനിവാര്യമാണ്. അതിന് കറാമത്ത് എന്ന് പറയണമെങ്കിൽ അത് അയ്യാമു തക്ലീഫിൽ നടക്കണം, ജീവിച്ചിരിപ്പുള്ള കാലത്ത് നടത്തണം, ഭൗതിക ലോകത്ത് നടത്തണം എന്ന് ബുസ്താനുൽ ആരിഫീൻ കൃത്യമായി പറഞ്ഞു. ഇമാം ബഗ്ദാദി അൽ ഫർഖ് ബൈനുൽ ഫറഖിൽ വായിച്ചത് ഞാൻ കേൾപ്പിച്ചു. ഇനി ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ പറഞ്ഞ എന്താ മുസ്ലിയാരെ? മഅനാഹു അന്ന മുഅ്ജിസാത്തിൽ അംബിയായി ഇൻഖറലത്ത്, അംബിയാക്കളുടെ മുഅ്ജിസത്തൊക്കെ തീർന്നുപോയി, അത് അവസാനിച്ചു പോയി. ബിൻഖിറാലി അഅ്സ്വാരിഹിം, അവരുടെ കാലം കഴിഞ്ഞതോടെ. വലം യുശാഹിദ്ഹാ ഇല്ലാ മൻ ഹദറഹ, അതിന് സന്നിഹിതരായിട്ടുള്ളവരല്ലാതെ ആ മുഅ്ജിസത്തിനൊന്നും സാക്ഷ്യം വഹിച്ചിട്ടില്ല, ബിഹദ്റത്തിഹിം, അവരുടെ സാന്നിധ്യത്തിൽ. വ മുഅ്ജിസത്തു നബിയിനാ അൽ ഖുർആൻ, നമ്മുടെ നബിയായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തായ ഖുർആൻ ഉണ്ടല്ലോ, അൽ മുസ്തമിറു ഇലാ യൗമിൽ ഖിയാമ, അത് ഖിയാമത്ത് നാൾ വരെ തുടരും. മാ ഖർഖൽ ആദ, പതിവിനെതിരായതോടൊപ്പം, ഫി ഉസ്ലുബി, അതിന്റെ ശൈലിയിലും, വ ബലാഗത്തിഹി, അതിന്റെ സാഹിത്യത്തിലും, വ ഇഖ്ബാരിഹി, അതിന്റെ വാർത്തകൾ അറിയിക്കുന്ന, ചരിത്രം പറയുന്ന വിഷയത്തിലും, ബിൽ മുഗയ്യബാത്ത്, ഗൈബിയായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന വിഷയത്തിലും ഒക്കെ അത് മുഅ്ജിസത്തായി നിലനിൽക്കുന്നു. അപ്പൊ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെല്ലുവിളിച്ചത് അതുപോലെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ ഖുർആൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അപ്പം വേണമെങ്കിൽ മുസ്ലിയാർക്ക് പറയാം, അപ്പം നിങ്ങൾ പറഞ്ഞതിന് എതിരായില്ലേ, നിങ്ങളല്ലേ പറഞ്ഞത് ദാറുൽ തക്ലീഫിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. വലിയ മൗലവി വന്നിട്ട് പറഞ്ഞില്ലേ, ദാറുൽ തക്ലീഫിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മുഅ്ജിസത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ എന്ത്, ഖിയാമത്ത് നാൾ വരെ മുഅ്ജിസത്ത് നിലനിൽക്കും. കണ്ടോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയില്ല, എന്നിട്ടും ആ മുഅ്ജിസത്ത് നിലനിൽക്കാണോ? വഫാത്തായതിനു ശേഷം പുതിയ ആയത്ത് ഇറങ്ങിയിട്ടുള്ള മുസ്ലിയാരെ, നേരത്തെ ഇറങ്ങിയത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു അത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുക വഴി നടന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ മരണശേഷം ബർസഖും അവിടെയുള്ള ബർസഖും ആലമു തക്ലീഫാണോ എന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി പറയാണ്ട്, വിവരണം പറയാണ്ട് മുസ്ലിയാർക്ക് കഴിഞ്ഞോ? ഇല്ല. ഞാൻ ഇമാം അസ്ബഹാനി ഉദ്ധരിച്ചിരുന്നു. വമിൻ അസ്മാഇഹി അൽ വഹാബ്, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് വഹാബ്, നൽകുന്നവൻ എന്ന നാമം.
എന്ന് പറഞ്ഞാൽ യഹബുൽ ആഫിയത്ത, ആരോഗ്യം നൽകുന്നത് അള്ളാഹുവാണ്. വലാ യഖ്ദിറുൽ മഖ്ലൂഖു അൻ യഹബഹ, ഒരു പടപ്പിനും, വലിയാണെങ്കിലും ശരി, നബിയാണെങ്കിലും ശരി, മലക്കാണെങ്കിലും ശരി, ജിന്നാണെങ്കിലും ശരി, ഒരു പടപ്പിനും ആഫിയത്ത് നൽകാൻ കഴിയില്ല. അതേപോലെ വയഹബുൽ ഖുവ, അള്ളാഹുവാണ് ഖുവത്ത്, ശക്തി നൽകുന്നവൻ. വലാ യഖ്ദിറുൽ മഖ്ലൂഖു അൻ യഹബഹ, ഒരു പടപ്പിനും ഖുവത്ത് നൽകാൻ കഴിയുകയില്ല. തഖൂൽ, അതുകൊണ്ട് നീ പറയുന്നു എന്ത്? യാ റബ്ബി ഹബ്ലിൽ ആഫിയ, എൻ്റെ റബ്ബേ എനിക്ക് നീ ആഫിയത്തിനെ തരണമേ. വലാ തസ്അൽ മഖ്ലൂഖൻ ദാലിക, അത് ഒരു മഖ്ലൂഖിനോട് നീ ചോദിക്കരുത്. എന്തിനാ മുസ്ലിയാർ അങ്ങനെ പറഞ്ഞത്? ഒരു മഖ്ലൂഖിനോട് ചോദിക്കരുത്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് മഖ്ലൂഖിനോട് ചോദിക്കാലോ, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ തരണ്ടേ. പിന്നെ എന്തുകൊണ്ടാണ് ഇമാം അസ്ബഹാനി അദ്ദേഹത്തിന്റെ അൽ ഹുജ്ജ ഫി ബയാനിൽ മഹജ്ജയിൽ ഒരു സൃഷ്ടിയോട്, ഒരു മഖ്ലൂഖിനോട് ആഫിയത്തിനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഇൻ സഅൽതഹു ലം യഖ്ദിർ അലൈഹി, നീ ചോദിച്ചാലും അത് അവർക്ക് കഴിയില്ല. വതഖൂലു ഇൻദ ളുഫിക, നിനക്ക് നിന്റെ ദുർബലാവസ്ഥയിൽ നീ പറയണം, യാ റബ്ബി ഹബ്ലി അബ്ലി ഖുവ്വതൻ, എനിക്ക് ശക്തി തരണേ റബ്ബേ. വൽ മഖ്ലൂഖു ലാ യഖ്ദിറു അലാ ദാലിക്, ഒരു മഖ്ലൂഖിന്, ഒരു പടപ്പിന് ശക്തി തരാൻ കഴിയില്ല. കണ്ടോ, ഇതാണ് ഞങ്ങൾ സലഫികൾ പറയുന്നത്. ഇമാമുകളുടെ വാദം സലഫികളാണ് പറയുന്നത്. നിങ്ങളുടെ കൂടെ ഇമാമുകളിലെ, നിങ്ങളുടെ കൂടെയുള്ളത് ഷിയകളാണ്, നിങ്ങളുടെ കൂടെയുള്ളത് യഹൂദികളാണ്. യഹൂദികളുടെ സിദ്ധാന്തവും വിശ്വാസവുമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. മഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും ഖബറാളികളെ അള്ളാഹുലേക്ക് ഇടയാളന്മാരാക്കി വെക്കുന്നതും അള്ളാഹുവിനോട് മാത്രം തേടേണ്ട തേട്ടത്തെ ഈ ഖബറാളികളോട് തേടുന്ന സമ്പ്രദായം യഹൂദ ക്രൈസ്തവരുടെ സമ്പ്രദായമാണ്. അതുകൊണ്ടാണ് ഇത്തഖദു ഖുബൂർ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ എത്ര എണ്ണം ഞാൻ ഇമാമുകളെ ഞാൻ ഉദ്ധരിച്ചു. വളരെ വ്യക്തമായി ധാരാളം തെളിവുകൾ ഞാൻ തന്നു, പ്രമാണങ്ങൾ തന്നു. നിങ്ങളോ ദുർബലമായ റിപ്പോർട്ടുകൾ, അതിൻ്റെ മുകളിൽ പിന്നെ വീണ്ടും ദുർബലമായ റിപ്പോർട്ടുകൾ, വീണ്ടും ദുർബലമായ റിപ്പോർട്ടുകൾ. മിക്കവാറും എല്ലാറ്റിൻ്റെയും ദുർബലത ഞാൻ വ്യക്തമാക്കുകയും ചെയ്തു, അല്ലേ? ഇവിടെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ തന്നെ ഔലിയാക്കൾ പ്രവർത്തിക്കും, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അമ്പിയാക്കൾ പ്രവർത്തിക്കും. അള്ളാഹു കേൾക്കുന്നത് പോലെ അമ്പിയ ഔലിയാക്കൾ കേൾക്കും, അള്ളാഹു ഉത്തരം ചെയ്യുന്നത് പോലെ അമ്പിയ ഔലിയാക്കൾ ഉത്തരം ചെയ്യുമെന്ന് ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിക്കുന്ന നിങ്ങളുടെ ദുർവ്യാഖ്യാനം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് മുസ്ലിയാരെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ മുസ്ലിയാരുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല. എത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കേ അത് മനസ്സിലാകാത്തുള്ളൂ. ഇവിടെ ആരാണ് തപ്പിത്തടയുന്നത് എന്നും ആർക്കാണ് വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നും വളരെ ക്ലിയർ ആയി തന്നെ ഈ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, മരിച്ചവരോട് ആവശ്യങ്ങൾ തേടാൻ ഈ മുസ്ലിയാരുട്ടിയും കൂടെ വന്ന ആളും തെളിവായിട്ട് കൊണ്ടുവന്ന ഓരോ കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാലും ഒരെണ്ണം പോലും സ്വഹീഹാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്, തർക്കത്തിലുള്ള ഇസ്തിഗാസ അതിലുണ്ടെന്ന് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞ കാര്യം ചർവിത ചർവണം നടത്തും. എന്ത്? ഇവിടെ ഇപ്പോൾ ഉത്തുബിക്കഥയാണെങ്കിൽ KP മുഹമ്മദ് മൗലവി എഴുതിയിരിക്കുന്നു, ഇസ്ലാഹിൽ വന്നിരിക്കുന്നു. എന്ത്? അവർ പഠിപ്പിച്ചതെങ്കിലും നിങ്ങൾ അംഗീകരിക്കേണ്ടത്. അവരെന്താ പഠിപ്പിച്ചത്? ഖബറാളിയോട് തേടണം. ആ ലേഖനം മുഴുവൻ വായിക്കും മുസ്ലിയാരെ. നിങ്ങൾ പറയുന്ന അർത്ഥം എടുത്തു വെച്ചിട്ട് എല്ലാം എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഖബറാളി എടുത്ത് എന്നിടെ ശിർക്കാണെന്ന ഈ ലേഖനങ്ങളൊക്കെ തന്നെയും പഠിപ്പിക്കുന്നത്. പറയുന്നത് കേട്ടാ വിചാരിക്കും ഇവർ പറയുന്ന പോലെ പിന്നെ ഇമാം നവവി റഹിമഹുള്ളാഹിയുടെ കിതാബിലൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പോലും. എന്ത്? ഖബറിന്റെ അരികിൽ ചെന്ന് ഖബറാളിയോട് തേടണം. അങ്ങനെ അവർ പഠിപ്പിച്ചിട്ടില്ല. മുസ്തഷ്ഫി അംബിക ഇലാ റബ്ബി, താങ്കൾ മുഖേനയുള്ള ഷഫാഅത്തിന് റബ്ബിനോട് തേടിക്കൊണ്ട്. ഞാനത് MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കിതാബിൽ നിന്ന് തന്നെ ആ ട്രാൻസ്ലേഷൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ മൂപ്പര് ഈ ബറയൽവികളുടെയും ഖുബൂരികളുടെയും ഷിയകളുടെയും വാദങ്ങളെ കൃത്യമായി ഖണ്ഡിക്കുന്ന സലഫികളുടെ ഗ്രന്ഥങ്ങൾ എടുത്തിട്ട് മറപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന അങ്ങേയറ്റത്തെ വളരെ പതിതരായി പോകുന്ന അവസ്ഥയാണ് ഈ മുസ്ലിയാക്കൾ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ മുസ്ലിയാരെ വിചാരം ഒരു പൊട്ടക്കഥ കുറേ കിതാബിൽ വന്നാൽ അത് ദീനിൽ തെളിവാകുന്ന, തെളിവെന്താണെന്നറിയാത്ത, പ്രമാണം എന്താണെന്നറിയാത്ത, ഒരു അഖീദ് എവിടുന്ന് എടുക്കണമെന്നറിയാത്ത ഒരു മുസ്ലിയാരോടായിപ്പോയല്ലോ, ഒരു മുസ്ലിയാരുട്ടിയോടായിപ്പോയല്ലോ ഞാൻ സംസാരിക്കുന്നത്. മുസ്ലിയാരെ, നിങ്ങൾ ഈ കൊണ്ടുവന്ന കഥയിൽ ഏതെങ്കിലും ഒന്ന് പിന്നെ സ്വഹീഹാണെന്നത് പൊട്ട ദുർബലാണ്. ഇനി സ്വഹീഹാണെങ്കിൽ തന്നെ അഖീദയിൽ നിങ്ങൾക്ക് തെളിവാക്കാൻ പറ്റുമോ? നിങ്ങൾ അശ്അരികളല്ലേ? നിങ്ങൾക്ക് അഖീദയിൽ തെളിവാകണമെങ്കിൽ മുത്തവാത്തിറായ ഹദീസ് വേണ്ടേ മുസ്ലിയാരെ? നിങ്ങൾ കൊണ്ടുവന്നതിൽ ഒരെണ്ണം മുത്തവാത്തിർ പോകട്ടെ, സ്വഹീഹായ ആഹാദായത് തന്നെ നിങ്ങൾ കൊണ്ടുവന്നതിലുണ്ടോ? ഇല്ല എന്ന് ഞാൻ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ കുറേ കിതാബിൽ ഒരു വിഷയം വന്നു എന്നുള്ളത് ദീനിൽ തെളിവല്ല, അല്ലേ? ഏത് ഉസൂലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കുറേ കിതാബിൽ അവിടെ ഉദ്ധരിച്ചു ഇവിടെ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അത് തെളിവാകും എന്ന് പറഞ്ഞത് എന്ന് പലവട്ടം ഞാൻ ചോദിച്ചു. മിണ്ടിയിട്ടില്ല നമ്മുടെ മുസ്ലിയാരുട്ടി. മനസ്സിലായില്ലേ? പിന്നെ മാലമൗലിദുകളും അതേപോലെ തന്നെ CM പിന്നെ പടച്ചോനാണ് എന്നൊരുത്തൻ തട്ടിവിട്ടതും ഈ വിഷയവുമായി ബന്ധമില്ല. എന്ത് വർത്താന മുസ്ലിയാരെ പറയുന്നത്? വിഷയമായിട്ട് ബന്ധമല്ലാന്നോ?
നിങ്ങൾ ഇവിടെ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നത് തടയാനാണ് സലഫികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങളില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ അണികളായ ആളുകൾ കുറച്ചെങ്കിലും ചിന്തിക്കുന്നവരല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ എന്നോ നിങ്ങളുടെ മഖബറുകളും ജാറങ്ങളും കേന്ദ്രീകരിച്ച് വിഗ്രഹങ്ങൾ സ്ഥാപിക്കുമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും. അങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര. മനസ്സിലായില്ലേ? അപ്പൊ CM പടച്ചോനാണെന്ന് പറഞ്ഞത് ഏതോ ഒരു വ്യാജ തരീക്കത്തുകാരനാണ് എന്ന് മുസ്ലിയാർ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? നിങ്ങൾ CM പടച്ചോനാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് അയാളെ കുറിച്ച് പറയുന്നത്. അഹ്സനിമാരും സഖാഫിമാരും തന്നെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ വലിയ ശൈഖുനമാർ തന്നെയാണ് ഇവരെ കുറിച്ച് പടച്ചവന്റെ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ഷെയ്ഖ് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന UK മജീദ് മുസ്ലിയാർ വ്യാജ തരീക്കത്തുകാരാണ്. മുസ്ലിയാരെ ആ പറഞ്ഞത് ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ വീഡിയോ ഹാജരാക്കാൻ തയ്യാറാണ്. എന്ത്? ഷെയ്ഖ് അറിയാതെ ഒന്നും ഇവിടെ നടക്കൂല. റബ്ബിന്റെ സിഫത്തല്ലേ മുസ്ലിയാരെ? എല്ലാ കാര്യങ്ങളും ഒരു ഷെയ്ഖ് അറിയുമെന്ന് പറഞ്ഞാൽ അല്ലേ? ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ എന്ന് മൊയ്തീൻ ഷെയ്ഖിനെ കുറിച്ച് മാലക്കാരൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ പറയാം ഇവിടെ മാല പാടിയിട്ട് വിഷയം മാറ്റാണ്. വിഷയം മാറ്റി നിങ്ങൾ റബ്ബിന് കൊടുക്കുന്ന സിഫത്തുകൾ ഈ അമ്പിയ ഔലിയാക്കൾക്ക് കൊടുത്തിട്ടാണ് അവരോട് ഇസ്തിഗാസ ചെയ്യുന്നത്. അതിന്റെ അപകടമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഹിദായത്തിലേക്ക് കടന്നു വരണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇത് ശിർക്ക് അല്ലെങ്കിൽ പിന്നെ ഏതാ ശിർക്ക്? ഇങ്ങനെയാണ് നിങ്ങൾ ശൈഖിനെ പടച്ചോന് തുല്യമാക്കിയത്. ഖുർആൻ പറഞ്ഞെന്താ? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ ഒരു പിടിയാണ്. വസ്സമാവാതു മത്വിയാത്തും ബിയമീനി. ആകാശങ്ങളാകട്ടെ അള്ളാഹുവിന്റെ വലങ്കരം കൊണ്ട് ചുരുട്ടി പിടിക്കുകയാണ്. സുബ്ഹാന, അവൻ കഴിവുറ്റവനാണ്, പരമപരിശുദ്ധനാണ്. വതആല മാ യുശ്രിക്കു. നിങ്ങൾ ഇപ്രകാരം ഔലിയാക്കളെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഉന്നതനാണ് അള്ളാഹു. ഇതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഈ വിശേഷണത്തിന് സമാനമായ വിശേഷണം മാലപ്പാട്ടുകാർ ഷെയ്ഖിന് വിട്ടുകൊടുത്തത്, പിന്നെ അബ്ദുൽ ഖാദർ ജീലാനിക്ക് ഇനി അള്ളാഹുവിന്റെ സിഫത്തുകൾ വകവെച്ചു കൊടുത്തതിന്റെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തപ്പോൾ പറയാം, വിഷയമായിട്ട് ബന്ധമല്ല. നാണം വേണം മുസ്ലിയാരെ, ഉളുപ്പ് വേണം മുസ്ലിയാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചർച്ചയ്ക്ക് വന്നിട്ട് ആ വിഷയത്തിന്റെ മർമ്മത്തിൽ വ്യക്തമായ നിങ്ങളുടെ കുഫറുകൾ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ച് അത് ഖുർആനിനെതിരാണ്, അത് ഹദീസിനെതിരാണ് എന്ന് പറയുമ്പം വിഷയവുമായി ബന്ധമില്ല എന്ന് പറയാൻ ഒരു നാണവുമില്ലല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി ഇമാം മഖ്രീസിയെ ഞാൻ നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചു അല്ലെ? ഹഖീഖത്തു സുന്ന വൽ ബിദ്അ, അതായത് അൽ-അംറു ബിൽ ഇത്തിബാ വൻ-നഹ്യു അനിൽ ഇബ്തിദാഅ എന്ന കൃതിയിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് കൃത്യമായി ഈ വിഷയങ്ങളെ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സ്വഹാബികൾക്ക് പല സന്ദർഭങ്ങളിലും ക്ഷാമങ്ങൾ നേരിട്ടു, പല വിപത്തുകൾ അവർ അനുഭവിക്കേണ്ടി വന്നു. അന്നേരം ഒന്നും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഖബറിങ്കൽ ചെന്ന് ഇസ്തിഗാസ ചെയ്യുകയോ മഴയെ തേടുകയോ ചെയ്തില്ല എന്ന് കൃത്യമായി പിന്നെ ഇമാം സുയൂത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ചില മുസ്ലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇമാം സുയൂത്തിക്ക് അങ്ങനെ ഒരു ബുക്കില്ല, നിങ്ങൾ അതും പറഞ്ഞു വാ. ഇമാം സുയൂത്തിലാന്ന് വ്യക്തമായി തെളിയിക്കും. ഇമാം സുയൂത്തിയെ കുറിച്ച് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബിലുള്ള കാര്യങ്ങളൊക്കെ പകർത്തി വെക്കുന്ന ഒരു സ്വഭാവം, ഒരു രോഗം, പിന്നെ അതേ ആശയങ്ങൾ ഇമാം സുയൂത്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അദ്ദേഹം കൃത്യമായി ചോദിച്ചു, ഫഹല്ലാ ജാഉ ഫസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നബിയുടെ വഫാത്തിന് ശേഷം ഉണ്ടായി, വിപത്തുകൾ നേരിട്ടു. ഒരിക്കലെങ്കിലും അവർ മഴ തേടിയിട്ടോ സഹായം ചോദിച്ചിട്ടോ നബിയുടെ ഖബറിന്റെ അരികിൽ വന്നില്ലല്ലോ. നിങ്ങൾ നബിയുടെ ഖബറിന്റെ അരികിൽ മഴ ചോദിച്ചു വന്നു എന്നുള്ള കഥകളുമായിട്ടല്ലേ മുസ്ലിയാരെ വരുന്നത്? അങ്ങനെ വന്നിട്ടില്ലല്ലോ എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി കൃത്യമായി പറഞ്ഞു. അതിന്റെ നിങ്ങൾക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത നിരവധി എഡിഷനുകൾ ഞാൻ ആ വിഷയത്തിൽ സമർപ്പിക്കുന്നതാണ് നിങ്ങൾ എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടും. ഏതായിരുന്നാലും ഒരുപാട് വിഷയങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹിയെ ബഹുമാന്യനായ അബ്ബാസ് മൗലവി നമ്മുടെ ചർച്ചയ്ക്ക് മുമ്പ് ഉദ്ധരിച്ചപ്പം നിങ്ങൾ ഒരുപാട് തവണ കളിയാക്കി. ഇബ്നുൽ ജൗസിക്ക് പരിചയമില്ലാത്ത ഒരു കിതാബ് അദ്ദേഹത്തിന്റെ കിതാബാണ് എന്ന് പറഞ്ഞിവിടെ കൊണ്ടുവന്നപ്പോൾ തെളിയിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ മുങ്ങിയ ആളാ നിങ്ങൾ. വിഷയത്തിന് തുടക്കത്തിൽ ഉന്നയിച്ച എല്ലാ വിഷയത്തിൽ നിന്നും മുങ്ങി. മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്ക് അഭൗതികത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മനുഷ്യ കഴിവിൽ പെടാത്ത, സൃഷ്ടി കഴിവിൽ പെടാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ചോദിച്ചാൽ അത് ശിർക്കാകും എന്നതിന് തെളിവെന്ത്? ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും നിങ്ങളില്ല. അതുമായിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ കടന്നു വന്നത്. അതൊന്നും ഇപ്പൊ ചർച്ച വന്നപ്പല്ല. മൂപ്പരടുത്തുള്ളത് പൊട്ടക്കഥ, കള്ളുകൂടിയന്റെ കഥ, വേറെന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? അതുമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നു. ഇബ്നു അഖീൽ പറഞ്ഞെന്താ? ശരീഅത്തിന്റെ വ്യവസ്ഥകൾ വിട്ട് അവർ സ്വന്തമായി ഉണ്ടാക്കിയ, സ്വന്തം നിർമ്മിച്ച ചില ദീനീ വ്യവസ്ഥകളെ ആദരിക്കുന്നതിലേക്ക് ജാഹിലീങ്ങളും അല്പന്മാരും ഒക്കെ അവർ പോയി. അപ്പൊ അങ്ങനെ പോയപ്പോ എന്തായി? അവർക്ക് കാര്യങ്ങൾ എളുപ്പമായി. അങ്ങനെ സ്വന്തമായി അള്ളാഹുവിന്റെ ദീന് വിട്ടിട്ട് സ്വന്തമായി പുരോഹിതന്മാരുണ്ടാക്കിയ ദീന്റെ പിന്നാലെ പോയപ്പോൾ പുരോഹിതന്മാർക്ക് കാര്യങ്ങൾ എളുപ്പമായി.
അങ്ങനെ അവർക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാവുന്ന ഒരവസ്ഥ വന്നു. ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവരെ അനുകരിച്ചുകൊണ്ട് ഖബറുകൾക്ക് മേൽ വിളക്കുകൾ കത്തിക്കുന്നതും ഖബറുകൾ ചുംബിക്കുന്നതും ഖബറുകൾ കെട്ടിപ്പൊക്കി മിനുസമാക്കുന്നതും ഫലകങ്ങളിലും തകിടുകളിലുമൊക്കെ എഴുതിയും മറ്റും ഖബറാളികളോട് തന്നെ ആവശ്യങ്ങൾ തേടുന്ന സമ്പ്രദായവും എൻ്റെ യജമാനരെ എന്നെ കൊണ്ട് ഇന്ന പ്രകാരമൊക്കെ പ്രവർത്തിക്കണേ എന്ന് തേടുന്നതുമൊക്കെ ഇങ്ങനെയുള്ള ബർക്കത്തിന് വേണ്ടി ഖബറിന്റെ മണ്ണെടുക്കുക, ഖബറുമേൽ സുഗന്ധം പൂശുക, ഖബറുകൾ ലക്ഷ്യമാക്കി യാത്ര നടത്തുക, തീർത്ഥയാത്ര നടത്തുക, അതേപോലെ മരത്തിൽ തുണിക്കഷ്ണങ്ങൾ കെട്ടുക എന്നിങ്ങനെ ശരീഅത്ത് വിരോധിച്ച കാര്യങ്ങളുടെ ഖബറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള പുരോഹിതന്മാർ സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കിയ വ്യവസ്ഥകൾ കാരണം അവർ എൻ്റെ വീക്ഷണത്തിൽ കാഫിറുകളാണ്, എൻ്റെ വീക്ഷണത്തിൽ കാഫിറുകളാണ് എന്ന് ഹിജറ 431 ജനിച്ച ഇബ്നു അഖീൽ റഹിമഹുല്ലാ പറഞ്ഞത് ഇബ്നുൽ ജൗസി ഉദ്ധരിച്ചുകൊണ്ട് ഞാനിവിടെ പറയണ്ട. ഇബ്നുൽ ജൗസി ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അഖീൽ പറഞ്ഞത് ഞാനിവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തു നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. ഇത് അബ്ബാസ് മൗലവി നേരത്തെ കൊണ്ടുവന്നാണ്. അങ്ങനെ ഒരു കിതാബ് അദ്ദേഹത്തിന് പരിചയം പോലും ഇല്ലാത്ത ഒരു കിതാബ് കൊണ്ടുവന്ന് അതിനെ ഖണ്ഡിക്കാൻ നിങ്ങളിവിടെ പാടുപെട്ടത് ഈ ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളും കണ്ടതാണ്. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബദരീങ്ങളെ കാക്കണേ, ജീലാനി രക്ഷിക്കണേ, മനമ്പത്തടിഞ്ഞ ബീവിയെ സഹായിക്കണേ, ഓച്ചറൊപ്പാപ്പ കാക്കണേ എന്നിങ്ങനെയുള്ള തേട്ടം പൂർവികർ നടത്തിയതിന് സ്വഹീഹായ ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. ഒരെണ്ണം മതി. കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നൊക്കെ തവസ്സുലോ ഇസ്തിശ്ഫാവോ മറ്റൊരു വിഷയമാണ്. അതിലും തെറ്റും ശരിയുണ്ട്. അത് വേറെ ചർച്ച ചെയ്യാം. ഇസ്തിഹാസ കഴിഞ്ഞിട്ട് നമുക്ക് തവസ്സുലേക്ക് വരാമെന്ന് പലതവണ ഞാൻ പറഞ്ഞു. മക്കാ മുശ്രിക്കുകളെ ശുഫാഇനെ ശുറക്കാ എന്നും ആലിഹത്ത് എന്നും അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആലിഹത്തിനെ ശുഫാ എന്ന് വിശേഷിപ്പിച്ചതിന്റെ പൊരുൾ എന്താണ്? റാസിയെ ഉദ്ധരിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹത്തിന്റെ അരികിൽ നടത്തിയ അതേ ഏർപ്പാടാണ് പിൽക്കാലത്ത് ഈ ഉമ്മത്തിലെ ചില ആളുകൾ ഖബറിങ്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയ റാസിയെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ കുറിച്ചല്ല. നിങ്ങൾ ഏത് വലിയനെ വിളിച്ചാലും ഷെയ്ഖിനെ വിളിച്ചാലും ആ വിളിച്ചു ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല എന്ന് വളരെ കൃത്യമായി സൂറത്തുൽ ഇസ്രായിലെ 56-57 ആയത്തുകൾ വന്ന് ഞാൻ അവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇബാദത്ത് ചെയ്തതുകൊണ്ട് ഉത്തരം ചെയ്യില്ല എന്ന വാദമെങ്ങാനുമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ അവരുടെ കഴിവ് അവിടെ പോയി എന്നാണ് എൻ്റെ ചോദ്യം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ആത്യന്തികമായ ശരണതേട്ടം അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ നീ മുസ്ലിയാരുട്ടിനെ അവിടെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആത്യന്തികമായ ശരണതേട്ടവും മരണപ്പെട്ടവരുടെ ശരണതേട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മരണപ്പെട്ടവരോട് നിങ്ങൾ ആത്യന്തികമായ ശരണം തന്നെയല്ലേ തേടുന്നത്? സാധാരണ ശരണതേട്ടമാണോ? ഇനി അള്ളാഹുവിനോട് അവർ ശഫാഅത്ത് ചെയ്ത് അള്ളാഹു കൊടുത്ത് കാര്യങ്ങൾ നേടിത്തരുമെന്നാണെങ്കിൽ മക്കയിലും മുശ്രിക്കുകളുടെയും വിശ്വാസം അതായിരുന്നു. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ മുകളിൽ നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമ്പർ ഇടാത്തത് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽപ്പെട്ട മുനാഫിക്കുകളും മറ്റും ചെയ്തു കൂട്ടിയ ബിദ്അത്തുകൾ അദ്ദേഹം അറിഞ്ഞിട്ടേയില്ല എന്ന് ഹൗദുൽ കൗസറിന്റെ അരികിൽ നിന്ന് ഒരു സംഘം മാട്ടി അകറ്റപ്പെടുന്നതിനെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ മിണ്ടിയിട്ടില്ല മുസ്ലിയാരും. ഫാത്തിമ ബീബിയുടെ അൻഖദി നഫ്സക മിനന്നാർ വലാ അംലികു ലക ലറം വലാ നഫ്ആ എന്ന് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് മുസ്ലിയാരും മിണ്ടിയിട്ടില്ല എന്നത് ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴൊക്കെ നബിയുടെ കണ്ണിന്റെയും കാതിന്റെയും ഒക്കെ ദിവ്യശക്തി എങ്ങോട്ട് പോയി എന്നാണ് ഞാൻ ചോദിച്ചത്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കി പിന്തുടരാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞു വർജിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.